എന്താ അതിലെ കുഴപ്പം? ഇല്ല, ആ ഞാനൊരു ചിത്രത്തിൽ കാര്യം എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, തെറ്റൊന്നല്ല. ഞാൻ ആ, നിങ്ങളുടെ കാര്യം പറയട്ടെ. ഞാനിപ്പോ ഇപ്പൊ അല്ല, അതിലെ പ്രശ്നം എന്താന്ന് പറയും. നിങ്ങൾ ഒരെണ്ണം പറഞ്ഞത് കംപ്ലീറ്റ് വേറെ ആയിട്ട് നിങ്ങൾ പറയും. ഓക്കെ, പ്രശ്നം എന്താന്ന് വെച്ചാല് ആ, വേറെ ഒന്നിനെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്ന ഞാൻ കാണുന്നില്ല. ഞാൻ അതിനെന്താ വിമർശിച്ചത്? എന്താ ഒരു ചിത്രം വെച്ചത് വിമർശനാവോ? എന്നാ നിങ്ങൾ നാളെ വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഇതിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. അല്ല, നിങ്ങൾ വേറെ മതം അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞതിൽ എന്താ പ്രശ്നം എന്ന് പറയോ? പ്രശ്നമൊന്നുമില്ല അതിന്റെ അത്. നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്കൊന്നും അതിന്റെ അത് തോന്നുന്നില്ല. എന്തിനാ നിങ്ങൾ തോന്നുന്നത്? കണ്ടിട്ടുണ്ടോ ബിക്കിനി നിങ്ങൾക്ക് ഇട്ടിട്ടാണോ? അല്ല, നിങ്ങൾക്ക് ഖുർആനിൽ എഴുതി ബിക്കിനി. വെച്ചിരിക്കുന്ന ആയത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നാറുണ്ടോ? ഓക്കെ, ആയത്ത് വായിക്കുമ്പോ എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അല്ല, അതല്ല, അപ്പൊ സാധാരണ ബിക്കിനി. ആ ആയത്തിൽ എഴുതി വെച്ച സാധനം അത് ചിത്രമാക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നത് എന്തിനാ? അല്ല, അതിന്റെ അകത്ത് ബിക്കിനി ഇട്ടിട്ടാണ് നിൽക്കുന്നതെന്ന് എഴുതി അത് പറഞ്ഞിട്ടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ, ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നതിൽ ജട്ടി ഇല്ല. ഞാൻ ജട്ടിയും കുറെ ഹിജാബും അഡീഷണൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജട്ടി ഓ, ഓ, ഇല്ലാതെയും ഓ, കൂടിയാണ് ഞാൻ ഓ. ചിത്രം വെച്ചിരുന്നെങ്കിൽ താങ്കൾ എന്താ പറയാ? അപ്പൊ അല്ല, ജട്ടി അതിപ്പോ അധികമാണോ? ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊന്നും നാട്ടുകാർ പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ എന്തിനാ എന്ത് പറയാന്? നാട്ടുകാരുടെ കാര്യം വിടൂ, താങ്കളുടെ കാര്യമല്ലേ ഇപ്പൊ താങ്കൾ പറയേണ്ടത്. യെസ്, എന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അപ്പൊ താങ്കൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, ഉം, ഖുറാനിൽ എഴുതി വെച്ച സാധനം അത് എഴുത്തിൽ എന്താണോ ഉള്ളത് അതിന്റെ ചിത്രമാണ് അവിടെ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഒന്ന് ഓക്കെ. മാത്രമല്ല, ഞാൻ മാന്യനായതുകൊണ്ട് പിന്നെ യൂട്യൂബില് ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് എന്റെ വക ജട്ടിയും ഒരു തലയിൽ ഒരു തട്ടവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഓക്കെ, നിങ്ങൾ ആ, ഈ പറഞ്ഞതുണ്ടല്ലോ, നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഈ വാക്ക് പറഞ്ഞില്ലേ, ആ, നിങ്ങൾ ഭയങ്കര കൂളായിട്ട് വളരെ മാന്യമായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ആ പിക്ക് ഇട്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഒന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ട് ഖുറാനിലെ അല്ല. ഖുറാനിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ ചിത്രം ആ, ഞാൻ ഇട്ടതിന് താങ്കൾ എന്തിനാ ഇങ്ങനെ കിടന്നിട്ട് പൊള്ളണത്? എനിക്ക് അത് അവഹേളനാണെന്ന് താങ്കൾ എന്തിനാ പറയുന്നത്? അപ്പൊ ഞാൻ ഖുറാനിൽ എഴുതി വെച്ച സാധനം വേറൊരാള് ചിത്രം. നമസ്കാരം, ഞാൻ അരിസ് പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ആരിഫ് ഹസൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തരുണ്ടല്ലോ, ഒരു വൃത്തികെട്ടവൻ. അവൻ്റെ ഒരു വോയിസ് കിടന്ന് കളിക്കുന്നുണ്ട്. അതായത് ഈ സ്വർഗത്തിനെ കുറിച്ചിട്ട് ഖുറാനിലേക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, പെണ്ണുങ്ങളുടെ തുണിയില്ലാത്ത ഫോട്ടോകൾ, അതായത് ഷഡി ബ്രേസറിട്ട് പോട്ടും തലയിലും മഫ്തയൊക്കെ കുത്തിയിട്ട്. അപ്പോൾ എന്നിട്ട് അതിനെ ഒരു മുസ്ലിം ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ഇവർ തമ്മിലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ആ ഇവൻ മറുപടി കൊടുക്കുമ്പോൾ മുസ്ലിമിനും അതിനുള്ള ഉത്തരവില്ലാത്ത രീതിയിലൊക്കെ ഇവർ ഭയങ്കര ഗെയിം. ആ ഒരു വീഡിയോ വൈറലായി പോകുന്നുണ്ട്. എല്ലാ സംഘി പേജുകളും എടുത്തിട്ട് വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആരിഫ് ഹസൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം അല്ല, ഇത് പഴയൊരു എന്താ പറയുക, ഒരു സെറ്റപ്പാണിത്. മുസ്ലിം, അതായത് വേറൊരു മതത്തിൽപ്പെട്ടടുത്ത് മുസ്ലിമിലേക്ക് വന്നിട്ട് മുസ്ലിമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മുസ്ലിമായ രീതിയിൽ സംസാരിച്ചിട്ട് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ഈ ഖുറാനെയൊക്കെ വിമർശിക്കുമ്പോൾ അത് എന്താ പറയുക, മുസ്ലിം പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല, മറ്റുള്ള മതം പറയാനാണ് പ്രശ്നമാണ്. ഇതൊക്കെ ഇവരുടെ ഒരു ഗെയിമാണ്, മനസ്സിലായി? യഥാർത്ഥത്തിൽ ഈ ആരിഫ് ഹസൻ എന്ന് പറയുന്നത് പക്ക ഒരു ഹറാമിയാണ്. അവനായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ല മുസ്ലിമായിട്ട്. അവനാ ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ അവൻ ഏത് മകലമാണ് അങ്ങനെ ഒക്കെ ഉണ്ടോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൻ പക്ക എന്താ പറയുക, അവൻ ഇസ്ലാമേ അല്ല, മുസ്ലിമോ അല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും അവൻ നിരീശ്വരവാദിയും അല്ല. അവൻ ഇതിന് വേണ്ടിയിട്ട് പ്ലാനായിട്ട് വന്നിട്ട് ഈ മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം മാക്സിമം ടാറടിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആളുകൾ ആരും ഇതിലേക്ക് വരരുത് എന്നുള്ള രീതിയിലൊക്കെ ഒരു തുരുപ്പിച്ചീട്ടാണ്, ആരും ഇറക്കിയ ഒരു തുരുപ്പിച്ചീട്ടാണ്. അപ്പോൾ ഇവനൊരു ചോദ്യം ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ സ്വർഗ്ഗത്തിലിങ്ങനെ പോകുന്നുണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുണിയില്ലാതെ അതല്ലെങ്കിൽ ഷഡി ബ്രേസറൊക്കെ ഇട്ട് എടുത്തിട്ട് ഇതൊക്കെയാണ് ഇവൻ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ആരിഫ് ഹസൻ്റെ അച്ഛനും അമ്മയും മനസ്സിലായോ ബന്ധപ്പെട്ടിട്ടാണ് ഇവനുണ്ടാക്കിയത് അല്ലേ? അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുന്നുവെന്ന് നമുക്കിതിൽ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇവനുണ്ടാക്കുമ്പോൾ രണ്ടാൾ ബന്ധപ്പെടും. ലോകത്തുള്ള ഏത് ആളും കൊച്ചുങ്ങളുണ്ടാക്കുന്നത് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊടുത്തിട്ട് അങ്ങനെ ബന്ധപ്പെടുന്നത് വീഡിയോ എടുത്ത് ഇടാൻ പറ്റുമോ? മോശമല്ലേ? ഗവൺമെൻറ് കേസെടുക്കില്ല അങ്ങനെയൊക്കെ ഇട്ടേച്ച് പറഞ്ഞാൽ. അപ്പോൾ ഇവനുണ്ടാക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിങ്ങനെ ചെയ്തിട്ടാണ് ഉണ്ടായത് എന്നുള്ളത്. അപ്പം എന്ന് പറഞ്ഞിട്ട് നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അവിടെ എഴുതി വെച്ച ഒരു സംഭവം വന്നിട്ട് സ്വർഗ്ഗമുണ്ട്, അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മളാരും പോയി കണ്ടിട്ടൊന്നുമില്ല. നമ്മളായിട്ട് സങ്കല്പിച്ചിട്ട് നമ്മൾ ഓരോ രീതിയിൽ പെട്ടുകളെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ പക്ക വൃത്തികേടാണ്. ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞതാണ് ഇവനെ എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മറ്റേതെങ്കിലും നമ്മൾ പറയുന്നേ ഉള്ളൂ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഭരിച്ചു കഴിഞ്ഞാൽ പത്രമേ ഉള്ളൂ. പക്ഷേ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ പക്ക, ഇവൻ്റെ അച്ഛനും അമ്മയും ബന്ധപ്പെട്ടത് പക്ക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ ബന്ധപ്പെടുന്നത്, എന്നിട്ട് ഇവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ വളരെ ക്ലിയറാണ്. അപ്പോൾ അത് നമുക്കിതിലൊന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലും തെറ്റാണ്, മനസ്സിലായി? അത് പറയാൻ പോലും പറ്റില്ല, മോശമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക വീഡിയോ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് എങ്ങനെ കാണിക്കുക? അപ്പോൾ ഇവൻ പെണ്ണുങ്ങളെ വൃത്തിയില്ലാത്ത രീതിയിൽ, അതായത് ഷഡിയും ബ്രേസറൊക്കെ ഇട്ട് കാണിക്കുക, കുറച്ചൊന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ രണ്ടാമത്തത്, ഈ ഒരു മുസ്ലിം വേറൊരു ഡൗട്ട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ, ഈ ബാബർ മസ്ജിദ് പൊളിച്ചിട്ട് രാമരത് കെട്ടിയത് ശരിയാണോ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, നിങ്ങൾ സൗദി അറേബ്യയിൽ, അത് ആലോചിക്കും, സൗദി അറേബ്യയിൽ കഅബാനെ
കെട്ടിയത് തന്നെ വന്നിട്ട് അവിടെ പഴയ അമ്പലങ്ങളുണ്ടായി, അത് പൊളിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയി കഴിച്ചു ഇപ്പോഴും അതൊക്കെ ഉണ്ട്. എന്തോ ഒരു ആലോചിച്ച് നോക്കുക, സൗദി അറേബ്യയിൽ ചിരിക്ക വയ്യ. അപ്പം ഇവന് ഉത്തരമില്ലാത്ത രീതിയിൽ മുസ്ലിം. എന്നിട്ട് ഇപ്പം എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ അപ്പം അവിടെ പൊളിച്ച് നിങ്ങൾ മുഹമ്മദ് നബി അത് കെട്ടിയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഇവര് രാമൻ്റെ മറ്റേ ബാബർ മസ്ജിദ് പൊളിച്ചിട്ട് രാമൻ്റെ ക്ഷേത്രം കെട്ടി, എന്താണ് കുറ്റം? അപ്പം അവർ വന്നിട്ട് ഉത്തരമില്ലാത്തവർ. അപ്പം ഇവർ തമ്മിലൊരു ഗെയിം, ഈ വീഡിയോ ഇങ്ങനെ വൈറലായി പോവുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഇവരൊക്കെ ഇങ്ങനെ ഗെയിം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഇവർ ഇറക്കിക്കൊണ്ടേയിരിക്കും. ഇവർ മാക്സിമം ഇതിൻ്റെ അകത്ത് കടന്നിട്ട് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ പരിപാടിയും, മനസ്സിലായ? നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇവർ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരാളും ഒന്ന് ആലോചിച്ച് എത്ര ആൾക്കാർ ഇതിന് പിന്നാലെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ഇവർ എത്ര തന്നെ തകർക്കാൻ നോക്കിയാലും ഇത് തകരില്ല, ഇതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഏത് കാലത്തും സത്യമേ ജയിക്കുകയുള്ളൂ. ഇവർ എത്ര തന്നെ ശ്രമിച്ചാലും. എന്തായാലും ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ള ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗീ പേജുകളൊക്കെ എടുത്തുകൊണ്ട് ഈ ഇവൻ്റെ വോയിസുകളൊക്കെ എടുത്തിട്ട് ഭയങ്കര കളി കളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ തന്നെ ആളെ സെറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു വോയിസ് ഉണ്ടാക്കിയതാണ് വളരെ ക്ലിയർ ആയിട്ട് ഏത് ചോറ് വയ്ക്കുന്ന കുട്ടിക്ക് മനസ്സിലാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവന് ഉത്തരമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഒരു മുസ്ലിം വന്ന് ഇയാളോട് ചോദിച്ചിട്ട് ഉത്തരമില്ലാത്തതുകൊണ്ട് ഇത് ആലോചിച്ച് നോക്ക്, ഈ ഹാരിഫ് ഹാസൻ ജയിച്ച രീതിയിൽ എൻ്റെ കയ്യിലൊക്കെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ചുട്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഈ രീതിയിൽ തന്നെ കൊടുക്കും, ഒറ്റ ഉത്തരവാദിത്തമല്ലേ ഉള്ളൂ. അവൻ അവിടെ സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ഇങ്ങനെയാണ് പെണ്ണുങ്ങളൊക്കെ വെച്ചിട്ട് എന്നുള്ളത് അവൻ ഫോട്ടോത്തിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നു. അത് നമുക്ക് അറിയില്ല, നമ്മൾ ആരും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവൻ പെണ്ണുങ്ങൾ ഷഡി ബ്രേസറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയാണ് വിട്ടിട്ട് ഇത് ഉദാഹരണം കാണിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ അവൻ്റെ അച്ഛനമ്മയും പാടെ ബന്ധപ്പെട്ടിട്ടാണ് ഇവൻ ഉണ്ടാക്കിയത് എന്നുമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ വന്നിട്ട് ഇവൻ്റെ അച്ഛനമ്മയും ബന്ധപ്പെടുന്നത് കാണിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഹാരിസ് ഹാസൻ്റെ ഒരിക്കലാണ് ഈ ഹാരിസ് ഹാസൻ എന്നുള്ള പേര് സത്യത്തിൽ ഇവൻ ഏത് മഹലമാണ്, ഇവൻ അങ്ങനത്തെ ഒരു മുസ്ലിം തന്നെ ആണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കാനുണ്ട് കേട്ടോ. കാരണം തുടർന്ന് വരികയുടെ ചെയ്യല്ലേ മലയാളികളുടെ ഇടയിൽ. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയും ഈ ഹാരിസ് ഹാസൻ്റെ അല്ലെങ്കിൽ നമ്പർ ആരെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് വിടുക, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ഇവരായിട്ട് എങ്ങനെയാണ്. ഇപ്പോൾ ഇവർ വലിയ സംഭവമായിട്ട് രീതിയിലാണ്. ഇപ്പം നമുക്ക് വലിയ ഇതിനെക്കുറിച്ചൊന്നും അറിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ചുട്ട മറുപടി ഇതേപോലെ ഇപ്പം ഇവൻ്റെ ചോദ്യം ഉണ്ടല്ലോ, അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഏത് സങ്കല്പികമായിട്ടുള്ളൊരു സംഭവത്തിന്, അതായത് അങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചിട്ട് അത് നമ്മൾ സങ്കല്പിക്കുമാണ് സ്വർഗ്ഗം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അതിന് മോശമായി പെണ്ണുങ്ങളെ തുണിയില്ലാത്ത രീതിയിൽ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ ഇവൻ്റെ നടന്ന സംഭവം ഇവൻ്റെ അച്ഛനും അമ്മയും ബന്ധപ്പെട്ടിട്ടാണ് ഇവൻ ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ പോലും നമുക്കിവിടെ വന്ന് ഇടാൻ പറ്റൂല. അത് പറയുന്ന പോലെ തെറ്റാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പോലും പറ്റൂല. അപ്പോൾ എങ്ങനെ ഇരിക്കുക, ഇവനൊരു തുണിയില്ലാത്ത പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് സ്വർഗ്ഗം വിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് സംഭവിക്കുക? അതുപോലെ ഈ സൗദി അറേബ്യയിൽ പഴയ അമ്പലമാണ് നമ്മുടെ കയമ്പ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ വട്ടവളിയന്മാർ. എന്തായാലും നോക്കാം, നമുക്ക് ചിരിക്കാനുണ്ട്. ഇവന്മാരിങ്ങനെ കളിച്ചോട്ടെ. ഇവന്മാർ സംഘി പേജുകളിലൊക്കെ കടന്നിട്ട് വലിയ രീതിയിൽ. അപ്പോൾ ഒരുപാട് മുസ്ലിങ്ങളൊക്കെ പോയിട്ട് അവിടെ പോയി ന്യായീകരിക്കുന്നുണ്ട്. ഇവർ ന്യായീകരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ, ഇവർ എന്ത് ചെയ്താലും ഇവർക്ക് ലാഭമാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കൾ വന്നിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യുകയാണ്, മനസ്സിലായി? അത് വന്നിട്ട് ചിലപ്പോൾ ഒരു ഹിന്ദു ഡൗട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരെ പോയി ഫൈറ്റ് ചെയ്യുകയാണ്. ഒരിക്കലും അത് ചെയ്യരുത്. ഇവരുടെ ലക്ഷ്യം അതാണ്. അതിലാണ് ഇവർ മുസ്ലിങ്ങളുടെ ഒരു കാര്യങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ഹൈന്ദവനെ കുറിച്ചോ മറ്റേ കാര്യത്തെക്കുറിച്ചോ പറഞ്ഞു വരുന്നുണ്ടോ? ഏതെങ്കിലും സംഖ്യകളെ അല്ല തെറിയും വിളിച്ച് വരികയല്ലാതെ, അതും സംഖ്യകൾ എന്തെങ്കിലും പറഞ്ഞതിനെ കുറിച്ചിട്ട് മറുപടി കൊടുക്കുകയല്ലാതെ ഒരിക്കലും മറ്റുള്ള മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ വരില്ല. പക്ഷേ ഇവന്മാർ പ്രത്യേകിച്ച് നല്ല ഹിന്ദുക്കളും വരില്ല. പക്ഷേ ഈ സംഖ്യയിൽപ്പെട്ട ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഇന്ത്യയിൽ വലിയൊരു ടീമുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പുറത്താണ് പ്രിയ സുഹൃത്തുക്കളെ. ഇതിന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെ തകർക്കാൻ വേണ്ടി, ഇന്ത്യയിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പഴയ കുറേ കാലമായിട്ട് ഇവർ ഇറക്കിയ ഒരുപാട് തുരുപ്പ് ചീട്ടുകളുണ്ട്. ആ ചീട്ടുകളാണ് ഇപ്പോൾ അവിടുത്തെ കടന്ന് കളിച്ചിട്ട് അത് ഏകദേശം ഇവർ വിജയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഹൈന്ദവരിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വരാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുപാട് അവർ അതിനുവേണ്ടി മാക്സിമം പ്രചരിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് നബീനെ മാക്സിമം അത്രയും മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ ഗെയിമാണ്, മനസ്സിലായ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എനിക്കിത്ര പറയാനുള്ളൂ. ഈ മുഹമ്മദ് ആരിഫിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കത് സെൻഡ് ചെയ്യാം, നമുക്കൊന്ന് സംസാരിച്ച് നോക്കട്ടെ. പക്ഷേ എൻ്റെ സംസാരം കുറച്ച് അതുപോലെ ഉണ്ടാവും എന്തായാലും. ഓക്കെ.